നിറവിലേക്ക് സ്വാഗതം. ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയപരമാർത്ഥതയോടെ അവിടുത്തെ അന്വേഷിക്കുന്നവൻ അത്ര വേഗം തെറ്റിൽ വീഴുകയില്ല. വിശുദ്ധ അന്തോണി ക്ലാരറ്റിന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. നെൽസി ആലപിക്കുന്ന അനുപമ സ്നേഹ ചൈതന്യമേ എന്ന ഗാനമാണ് ആദ്യം. നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ വേദനിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് തോട്ട്സ് ഫോർ ലൈഫിൽ മെർലിൻ ടീച്ചർ നമ്മോട് സംസാരിക്കുന്നത്. യഹോവ ശാലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. വർഷത്തിൻ്റെ ആരംഭത്തിൽ, മാസങ്ങളുടെ ആരംഭത്തിൽ ഡോക്ടറിനെ കണ്ടിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ചിലരെയൊക്കെ കാണുമ്പം നമ്മളും ഒരു പ്രതിജ്ഞ എടുക്കും. നാളെ മുതൽ തുടർച്ചയായിട്ട് എക്സർസൈസ് ചെയ്യും.
പിറ്റേ ദിവസം മുതൽ ഓടൽ, നടക്കൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ ഓട്ടമാണെങ്കിൽ പിന്നെ അത് നടത്തമാകും, പിന്നെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ഇരിപ്പാകും, പിന്നെ അങ്ങ് മടി പിടിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഫിസിക്കൽ എക്സസൈസ് ആരോഗ്യപരമായിട്ട് നമ്മുടെ എല്ലാം ശരീരത്തിന് നല്ലതാണെന്നും അത് ആരോഗ്യത്തെയും ആയുസ്സിനെയും സന്തോഷത്തെയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നതാണെന്നും. എന്നാൽ അതിനുവേണ്ടി കഷ്ടം സഹിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അതുമാത്രമാണ് നമുക്ക് വരുന്ന തെറ്റ്. ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമുക്കെല്ലാം ശാന്തമായിട്ട് ഇങ്ങനെ പരന്ന് ഒഴുകി ഒക്കെ പോകാനാണ് ഇഷ്ടം. അതിനിടയ്ക്ക് ഒരു കുന്നും ഒരു കുഴിയും ഒക്കെ ഇത്തിരി വേദന നൽകുന്ന പ്രവർത്തികളും വേദന നൽകുന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾക്ക് സ്വീകരിക്കാൻ ഇഷ്ടമേ അല്ല. സ്വസ്ഥമായി സമാധാനമായി ഓരോ ദിവസവും കടന്നു പോകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ ആശ്രയിച്ചു വരുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ ജോലി, നമ്മളുടെ വീട്, അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നു കഴിയുമ്പം നമ്മൾ ആകെ തകർന്നു പോവുക ചെയ്യുക. കഥയിലേക്ക് പോവാല്ലേ. ഒരിക്കൽ 2 മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. പ്രായമുള്ള ഒരു അമ്മ മാലാഖയും ഒരു കുഞ്ഞു മാലാഖയും. ഈ കുഞ്ഞു മാലാഖയെ നാട് കാണിക്കാൻ ഇറങ്ങിയതാണ് ഈ അമ്മ മാലാഖ. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമം എല്ലാം ചുറ്റി നടന്ന് വലിയ മാലാഖ കുഞ്ഞു മാലാഖയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൊടുത്തു. പെട്ടെന്ന് തന്നെ സന്ധ്യയായി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നേരം പോകുമല്ലോ. അങ്ങനെ പെട്ടെന്ന് സന്ധ്യയായപ്പോൾ വലിയ മാലാഖ പറഞ്ഞു, ഇവിടെ ദേശത്തെ ഒരു പ്രമാണിയുണ്ട്. പള്ളിക്കും എല്ലാവർക്കും ഒക്കെ നല്ല ദാനം കൊടുക്കുന്നവൻ, സമൂഹത്തിൽ വലിയ നിലയും വിലയൊക്കെ ഉള്ളവൻ, ഇഷ്ടംപോലെ പണമുള്ളവൻ, അങ്ങനെ ഒരാൾ ഇവിടെയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അയാളുടെ വീട്ടിൽ പോയി ഇന്ന് അന്തി ഉറങ്ങാം. അങ്ങനെ ഇവർ 2 മാലാഖമാരും കൂടെ ആ ഒരു വലിയ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഗേറ്റിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അവിടെ വെച്ച് തന്നെ അന്യർക്ക് ആവശ്യമില്ലാതെ പ്രവേശനമില്ല എന്നൊരു സന്ദേശം അവിടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറുകയാണ്. കോളിംഗ് ബെൽ അടിച്ചു. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ വന്ന് വാതിൽ തുറന്നിട്ട് നിർബന്ധമാണെങ്കിൽ മാത്രം അകത്തുള്ളവരെ വിളിക്കാമെന്ന് പറഞ്ഞു. അതിഥി സൽക്കാരത്തിൽ മുൻപിലാണ് ഇവരെന്ന് കുഞ്ഞു മാലാഖയോട് വലിയ മാലാഖ പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടുകാർ ഇറങ്ങി വന്ന് ആരാണ്, എന്താണ്, എന്തിനാണ് എന്നൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ യാത്രികരാണെന്നും ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ താമസിക്കണം എന്നുമൊക്കെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇത്. അങ്ങനെ ഞങ്ങൾ അപരിചിതരെ കയറ്റാറില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇവർക്ക് മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞു, ഇന്ന് ഒരു ദിവസം ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കുമോ? ഓക്കെ, നിങ്ങളെ ഒരു ദിവസം താമസിപ്പിക്കാം എന്ന് പറഞ്ഞ് ഉപയോഗമില്ലാത്ത ഒരു മുറി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടേക്ക് പോയി ഇന്ന് രാത്രി കഴിച്ചു കൂട്ടിക്കൊള്ളുക. അവർക്ക് നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആഹാരം വേണോ എന്ന് ആരും ചോദിച്ചില്ല. മാത്രമല്ല ആ മുറിയിൽ കിടക്കാനൊരു കട്ടിലോ തണുപ്പിന് പുതയ്ക്കാനൊരു പുതപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു മാലാഖ വലിയ മാലാഖയുടെ മുഖത്ത് അർത്ഥം വെച്ച് നോക്കി. വലിയ മാലാഖ കണ്ണടച്ച് കാണിച്ചു, സാരമില്ല. അങ്ങനെ 2 പേരും ആ മുറിയിൽ ആ രാത്രി കഴിച്ചുകൂട്ടി. ശബ്ദം കേട്ട് കുഞ്ഞു മാലാഖ കണ്ണു തുറക്കുമ്പം വലിയ മാലാഖ ഇരുന്ന് പൊട്ടിയ അവരുടെ ഭിത്തി ഒട്ടിച്ച് ചേർക്കുന്നത് കണ്ടു. കുഞ്ഞു മാലാഖ ഉണരാൻ പോയില്ല. കാരണം വിശപ്പിന് ആഹാരമോ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും തരാത്ത ഇവർക്കിനി ഭിത്തി ചെയ്തു കൊടുക്കാൻ ഞാനില്ല എന്ന് പരിഭവിച്ച് കുഞ്ഞു മാലാഖ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേ പ്രഭാതമായപ്പോൾ തന്നെ ആള് വന്ന് മുട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ എന്ന്. ഞങ്ങൾ പോകുകയാണ് എന്ന് പറഞ്ഞ് അവര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഗ്രാമത്തിന്റെ മറ്റു വശത്തൂടെ എല്ലാം അവർ ചുറ്റി സഞ്ചരിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഇന്നലത്തെ പോലെ തങ്ങണമല്ലോ. അപ്പൊ അവർ പറഞ്ഞു, ഈ ഗ്രാമത്തിന്റെ അവസാനത്തിൽ അതാ ഒറ്റയൊരു വീടേ കാണുന്നുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി ചോദിക്കാം എന്ന് വലിയ മാലാഖ കുഞ്ഞു മാലാഖയോട് പറഞ്ഞു. കുഞ്ഞു മാലാഖ തലയാട്ടി സമ്മതിച്ചു. 2 പേരും കൂടെ ഒരു കർഷകന്റെ കുടിലിന്റെ മുൻപിൽ ചെന്നു. അവിടെ ചെന്ന് ഇതുപോലെ യാത്രികരാണെന്നും രാത്രിയിൽ ഞങ്ങൾക്കൊന്ന് തങ്ങണമെന്നും പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ കർഷകനും ഭാര്യയും അവരെ സ്വീകരിച്ചു.
അവർക്കുള്ളതിൽ വെച്ച് ഏറ്റവും മേൽത്തരമായ കാർഷിക ഉൽപ്പന്നങ്ങൾ പറിച്ചെടുത്ത് ഇവർക്ക് പെട്ടെന്ന് ആഹാരം തയ്യാറാക്കി രാത്രിയിൽ അവരെ നിർബന്ധിച്ച് അവർക്ക് ആവശ്യത്തിലും അധികവും ആഹാരവും കൊടുത്ത് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ വിരിച്ച് ഒരുക്കി ഇവരെ രണ്ടുപേരെയും കിടത്തുകയും ചെയ്തു. ഒന്നുമില്ലായ്മയിലും അവര് വന്നവരെ കരുതുന്ന ഒരു വീടായിരുന്നു അത്. അങ്ങനെ സുഖമായി വയറു നിറഞ്ഞ് ഉറങ്ങി ഇവർ കിടന്ന് ഉറങ്ങിയിട്ട് നടന്ന സംഭവമൊന്നും അറിഞ്ഞില്ല. വലിയ കരച്ചിൽ കേട്ടാണ് ഈ മാലാഖമാർ രാവിലെ ഉണർന്നത്. എന്താണെന്നോ, കർഷകന്റെയും ഭാര്യയുടെയും വലിയ നിലവിളി. അവരുടെ പശുക്കൂട്ടിലുണ്ടായിരുന്ന അവരുടെ വരുമാനമായിരുന്ന പശു രാത്രിയിൽ ചത്തുപോയി. പാമ്പ് കടിച്ചാണ് ചത്തത് എന്ന് കർഷകൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. വല്ലാത്ത സങ്കടം വന്നു. ഇത്രയും നന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ അയൽക്കാർ അവരെ നോക്കി പറഞ്ഞു. കുഞ്ഞു മാലാഖയ്ക്ക് വലിയ മാലാഖയോട് നീരസം തോന്നി. എന്നാൽ പതിവ് പോലെ അവരെ ആശ്വസിപ്പിച്ച് യാത്ര പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്ന് പകല് നടക്കുന്ന വഴി ഒരു മരത്തിന്റെ ചുവട്ടില് വിശ്രമിക്കാനായി രണ്ടുപേരിരുന്നപ്പോഴും കുഞ്ഞു മാലാഖയുടെ മുഖം ഇങ്ങനെ വീർത്തിരുന്നു. വലിയ മാലാഖ കുഞ്ഞു മാലാഖയോട് ചോദിച്ചു, എന്താ നിന്റെ മുഖം ഇങ്ങനെ? ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുകയാണല്ലോ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്താ ഒന്നും ചിരിക്കാത്തെ? കുഞ്ഞു മാലാഖ പറഞ്ഞു, എന്ത് മോശ സ്വഭാവമാ മാലാഖയമ്മയ്ക്ക്. അപ്പൊ വലിയ മാലാഖ ചോദിച്ചു, എന്താ കാര്യം? ഇന്നലെ നമ്മളെ സ്വീകരിക്കാത്ത, നമ്മളെ പരിചരിക്കാത്ത, നമ്മളെ മൈൻഡ് പോലും ചെയ്യാത്തവരുടെ വീട്ടിലെ ഭിത്തിയുടെ വിള്ളല് വരെ സിമന്റ് ചേർത്ത് ഒട്ടിച്ചു വെക്കാൻ മാലാഖ ശ്രദ്ധിച്ചു. എന്നാൽ ഇന്നാകട്ടെ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പശു ചത്തിട്ട് പോലും ഒരു പശുവിനെ വീണ്ടും കൊടുക്കാൻ അത്ഭുതത്തിൽ കൂടെ മാലാഖയ്ക്ക് സാധിക്കില്ലായിരുന്നോ? അല്ലെങ്കിൽ ആ പശുവിന്റെ മരണം തടയാനെങ്കിലും മാലാഖയ്ക്ക് സാധിക്കില്ലായിരുന്നോ? മാലാഖ പറഞ്ഞു, ഉവ്, എനിക്കത് രണ്ടും സാധിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞു മാലാഖയ്ക്ക് കുറച്ചുകൂടെ ദേഷ്യം വന്നു. കുഞ്ഞു മാലാഖയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിട്ട് ഈ കുഞ്ഞു മാലാഖ ചോദിക്കുക, ഓ മാലാഖയമ്മ പണമുള്ളവരുടെ കൂടെയാണല്ലേ? വലിയ മാലാഖ കുഞ്ഞു മാലാഖയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിന് ഓരോ കാര്യത്തിന്മേലും ഓരോ പദ്ധതികളുണ്ട്. ഒരു കഷ്ടവും ആരെയും നഷ്ടപ്പെടുത്താനോ നശിപ്പിച്ചു കളയാനോ അല്ല. ആ വലിയവന്റെ വീട്ടിൽ നീ കണ്ടല്ലോ, ഞാൻ രാത്രി ഉണർന്ന് അവരുടെ ഭിത്തി അടച്ചു കൊടുക്കുന്നത്. അതെന്താണെന്നറിയോ? അവരുടെ വീട്ടിൽ ആവശ്യത്തിൽ അധികം പണമുണ്ട്. ഈ ഭിത്തിയുടെ അരികിൽ കൂടെ ഒരു വാതിലുണ്ട്. ഈ വാതിൽ തുറന്നാണ്, അല്ലെങ്കിൽ ആ ഭിത്തി പൊട്ടിച്ചെടുത്തിട്ടാണ് ഇവരവരുടെ പണം നിക്ഷേപിക്കുകയും പണം എടുക്കുകയും ചെയ്യുന്നത്. പണം കൊണ്ട് ഉപയോഗം എന്താണെന്ന് അറിയാത്തവർക്ക് ആ ഭിത്തി അടച്ചു കഴിയുമ്പോൾ ഇനി എവിടെയാണ് അവരവരുടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അറിയാതെ ഇരിക്കാൻ തക്കവണ്ണം ഞാൻ അവരുടെ ബുദ്ധിയെ മറച്ചു കളയുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വീട്ടിലോ എന്ന് കുഞ്ഞു മാലാഖ ഒട്ടും അതിശയമില്ലാതെ ചോദിച്ചു. വലിയ മാലാഖ കുഞ്ഞു മാലാഖയോട് പറഞ്ഞു, രണ്ടാമത്തെ വീട്ടിൽ കണ്ട കാഴ്ചയോ? രാത്രിയിൽ വിഷമുള്ളൊരു പാമ്പ് ഈ കൃഷിക്കാരന്റെ ഭാര്യയെ കൊത്താനായിട്ട് കാലിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. ആ പാമ്പിനെ പെട്ടെന്ന് തന്നെ എടുത്ത് ഞാൻ എറിഞ്ഞപ്പോൾ പാമ്പ് ഒരാളുടെ ജീവനും കൊണ്ടേ പോകൂ എന്ന് വാശി പിടിച്ചപ്പോൾ ഞാനാണ് ആ പശുവിനെ ചൂണ്ടിക്കാണിച്ചത്. കുഞ്ഞു മാലാഖ ചോദിച്ചു, അപ്പോഴോ? വലിയ മാലാഖ പറഞ്ഞു, ഒരു പശു പോയാൽ വേറൊരു പശു ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വാതിലടഞ്ഞാൽ മറ്റു വാതിലുകൾ ഉണ്ടാകും. എന്നാൽ ഇതിനെ ഒന്നും പ്രതി ഒരു മനുഷ്യന്റെ ജീവിതം കളയാൻ സാധിക്കില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു എന്നൊരു ചിന്ത ചിലപ്പോൾ നമ്മളെയും വേദനിപ്പിക്കാറില്ലേ? ശരിക്കും ദൈവം അങ്ങനെ ഒരു വശം തുറക്കാതെ മറുവശം അടയ്ക്കുന്നില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ചിലതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ നമുക്ക് കാണാം. അബ്രഹാം പിതാവിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ ഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിനക്കുള്ളവരെയും ഒക്കെ വിട്ട് ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകുക എന്ന്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവന്റെ ഭവനവും അവന്റെ ചാർച്ചക്കാരും അവന്റെ സ്വന്തം സ്ഥലവും. ഇതിനെയെല്ലാം ഉപേക്ഷിക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ആ 3 കാര്യത്തെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. ഈ 3 കാര്യത്തെ അബ്രഹാം ഉപേക്ഷിച്ചപ്പോൾ 6 അനുഗ്രഹങ്ങളാണ് ദൈവം കരുതി വെച്ചതെന്ന് 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഞാൻ നിന്നെ ജാതികളുടെ മുൻപിൽ വലിയവനാക്കുമെന്ന
6 അനുഗ്രഹങ്ങളാണ് അബ്രഹാം 3 വേണ്ട എന്ന് വെച്ചപ്പോൾ ദൈവം കൊടുത്തത്. എന്താണല്ലേ? ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെക്കുന്നു എന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ വേറെ ഇരട്ടി തന്ന് അനുഗ്രഹിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കാം. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യം അതായിരുന്നില്ല. അബ്രഹാമിൻ്റെ ആവശ്യം തനിക്ക് ഒരു മകൻ ജനിക്കുക എന്നതായിരുന്നു. എന്നാൽ മകൻ ജനിക്കുന്നതിനെ കുറിച്ച് വാർദ്ധക്യമായപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന്. ഒടുവിൽ അബ്രഹാമിന് കുഞ്ഞുണ്ടായതപ്പോഴാ. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ, അബ്രഹാം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ സാറയുടെ ഗർഭപാത്രം ലോകപ്രകാരം നിർജീവവുമായിരുന്നു. അപ്പോഴാണ് അബ്രഹാമിന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അബ്രഹാമിന് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അബ്രഹാം അസാധ്യമായത് സാധ്യമാകുവാൻ വേണ്ടി കാത്തിരുന്നു. എത്രയോ വർഷം കാത്തിരുന്നു. യഹോവയാം ദൈവം അബ്രഹാമിൻ്റെ പുത്രനെ ബലി കൊടുക്കണം എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോഴും മടി കൂടാതെ ദൈവം തന്നതിനെ ദൈവത്തിന് കൊടുക്കുവാൻ കടന്നു പോയവനാണ് അബ്രഹാം. എന്നാൽ ദൈവസന്നിധിയിൽ യാഗവസ്തുവില്ലാതെ യാഗത്തിനുള്ള മേശയൊരുക്കി തൻ്റെ പുത്രനെ അവിടേക്ക് കിടത്തുമ്പോൾ ദൈവം പോലും അബ്രഹാമിൻ്റെ ഇടത്തേക്ക് ഇറങ്ങി വരിക. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ അബ്രഹാം കഷ്ടതയെ അതിജീവിച്ച് സ്വന്തം പുത്രനെ പോലും ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് ഒരു യാഗമൃഗത്തെ കൊടുത്തിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. ആ സന്തോഷത്തിൽ അബ്രഹാം ആ യാഗമൃഗത്തെ എടുത്തതിന് ശേഷം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേർ കൊടുത്തു. യഹോവ ഈരെ എന്നാൽ ദാതാവായ ദൈവം, നൽകുവാൻ കഴിവുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ച് നമുക്ക് നൽകുവാൻ ശക്തനായ ഒരു ദൈവത്തെ അബ്രഹാം കണ്ടു. എപ്പോൾ? കഷ്ടതയിൽ പിറുപിറുപ്പില്ലാതെ അനുഗ്രഹത്തിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിനു വേണ്ടി ചിലതയൊക്കെ ഉപേക്ഷിച്ച് കഷ്ടങ്ങളും പിന്നീട് നേട്ടങ്ങളാണെന്ന് മനസ്സിലാക്കി അബ്രഹാം പ്രവർത്തിച്ചപ്പോഴാണ് അബ്രഹാമിന് തൻ്റെ ജീവിതം അനുഗ്രഹമായി തീർന്നത്. അതുപോലെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ വലുതാണെന്ന് നമുക്കിപ്പോൾ തോന്നിയാലും നിത്യ തേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളൊന്നും സാരമില്ല എന്ന് മനസ്സിലാക്കുവാൻ, എന്ന നല്ല ബോധ്യം നമ്മളെ നയിക്കുവാൻ, ഏത് കഷ്ടത്തിലും കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. പോസിറ്റീവ് വൈബ്സിൽ പതിവ് പോലെ നിശ്ചയിച്ച് റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. കഴുത്തിൽ കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് എത്ര വലിച്ചിട്ടും പശു അതിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെ പോകാനായി തയ്യാറായില്ല. പശു മറുവശത്തേക്ക് വലിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കഷ്ടപ്പെടുന്ന കർഷകനെ നോക്കി കുറച്ചു സമയമായി ഒരു സന്യാസി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം ഈ സംഭവം നിരീക്ഷിച്ചതിന് ശേഷം സന്യാസി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പശുവിൻ്റെ പ്രതിരോധത്തിൽ തന്നെ മനസ്സും അടുത്ത് കോപിഷ്ഠനായി നിന്നിരുന്ന കർഷകന് സന്യാസിയുടെ ചിരി കൂടെ കണ്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ സന്യാസിയോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ പരിഹസിച്ച് ചിരിക്കുന്നത്? സന്യാസി അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിഹസിച്ചല്ല ചിരിക്കുന്നത്, മറിച്ച് ഞാൻ എന്നോട് തന്നെയാണ് ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സഞ്ചി കർഷകനെ കാണിച്ച് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ പറയൂ, ആരാണ് ഇവിടെ ഉടമ? ഞാൻ ഈ സഞ്ചിയുടെ ഉടമയാണോ അതോ സഞ്ചി എൻ്റെ ഉടമസ്ഥനാണോ? ഇത് കേട്ട കർഷകന് ചിരിയാണ് വന്നത്. അയാൾ സന്യാസിയോട് പറഞ്ഞു, അങ്ങ് എന്തൊരു വിഡ്ഢിയാണ്. ഈ സഞ്ചി അങ്ങയുടേതാണല്ലോ, അതുകൊണ്ട് തന്നെ തീർച്ചയായും സഞ്ചിയുടെ ഉടമസ്ഥൻ അങ്ങാണ്. സന്യാസി അയാളോട് പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണ്. കാരണം ഈ സഞ്ചിക്ക് എന്നെ ആവശ്യമില്ല, മറിച്ച് എനിക്കാണ് ഈ സഞ്ചിയെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ സഞ്ചി എൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ ഈ സഞ്ചിയുടെ ഉടമസ്ഥനല്ല. നിങ്ങൾക്ക് പരീക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ പശുവിൻ്റെ കയറിൽ നിന്ന് ഒന്ന് പിടിവിട്ട് നോക്കൂ.
ആ പശു നിങ്ങളുടെ പിന്നാലെയാണോ വരുന്നത്, അതോ നിങ്ങൾ പശുവിൻ്റെ പിന്നാലെയാണോ പോകുന്നത്? പശു നിങ്ങളുടെ പിന്നാലെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പശുവിൻ്റെ ഉടമസ്ഥനാണ്. അല്ല, നിങ്ങൾ പശുവിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ പശുവാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന് കരുതുന്ന, നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്ന് കരുതുന്ന അനേകം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നതാണെന്നും നമ്മൾ അവയുടെ അടിമയാണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. എത്ര ദിവസം നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കും? എത്ര ദിവസം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും? മദ്യപിക്കുന്ന പലരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്: എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്താൻ പറ്റും, ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഇതുപോലെ നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ന് കരുതുന്ന പലതും മാറ്റിവെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതെന്നും ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മെ നിയന്ത്രിക്കുന്നതെന്നും. ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ അന്വേഷിക്കുന്നവൻ അത്ര വേഗം തെറ്റിൽ വീഴുകയില്ല. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുപമ സ്നേഹ